Yes, Pransha, Sujitra. Sujitra കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. Good afternoon, sir. No? Yes. Okay. Okay. No problem. വീട്ടിലേക്ക് പോയിട്ട് വരൂ. Yes. നിങ്ങളിലെ ഫുട്ബോൾ കളി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഫ്രാൻഷ. Yes. കളി കണ്ടായിരുന്നോ ഫ്രാൻഷ? യെസ്. ഫ്രാൻസിന്റെ ടീം ഏതായിരുന്നു? അർജന്റീന ആയിരുന്നോ സ്പെയിൻ ആയിരുന്നോ? അർജന്റീന. അർജന്റീന. ഓ, അതാണ് പറയാനായിട്ടൊരു വിഷമം അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സുചിത്ര, കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടീഷണൽ സെന്റൻസ്. ആ കണ്ടീഷണൽ സെന്റൻസിലെ രണ്ട് മെത്തേഡ്സുകളാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് ടൈപ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. യെസ്. അതായത് ഒരു സെന്റൻസിനെ നമ്മൾ ഒന്നോ രണ്ടോ കഷ്ണങ്ങളായിട്ട് തിരിക്കാം, പീസുകളായിട്ട് നമുക്ക് തിരിക്കാം. ഓരോ പീസിനെയും പറയുന്ന പേരാണ് ക്ലോസ് എന്ന് പറയും. CLAUSE, ക്ലോസ്. ആ ക്ലോസുകളെ തന്നെ നമുക്ക് വീണ്ടും തിരിക്കാം. മെയിൻ ക്ലോസ് എന്നും തിരിക്കാം, സബോർഡിനേറ്റ് ക്ലോസും തിരിക്കാം. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസ് പറയുമ്പോൾ, ഒരു സെന്റൻസിന്റെ ഒരു പാർട്ട് പറയുമ്പോൾ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആണെങ്കിൽ അത് മെയിൻ ക്ലോസും, അർത്ഥം കംപ്ലീറ്റ് ആകുന്നില്ലെങ്കിൽ അത് സബോർഡിനേറ്റ് ക്ലോസും. അതാണ് ഞങ്ങൾ പറഞ്ഞു നിർത്തിയത് അല്ലെ ഫ്രാൻഷ? യെസ്. ഓക്കെ. അത് നിങ്ങൾ വളരെ രസകരമായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോ ഇന്ന് നമുക്ക് അടുത്തിലോട്ട് കടക്കാം. അടുത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് അതൊന്നും മറന്നു പോയിട്ടില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനൊരു സെന്റൻസ് പറയുന്നു. അതൊന്നും ഫില്ല് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്കത് സുചിത്രയ്ക്ക് പറഞ്ഞു കൊടുക്കാം. എനിക്കോ, ഇഫ് ഇറ്റ് rains, 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 if it rains dash. ഓക്കെ, ഇത്രയുള്ളൂ. മഴ പെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയതാണ്, അതിൻ്റെ ഒരു ബാലൻസ് ആണ്. പൂരിപ്പിച്ച്, ഇഫ് ഇറ്റ് റെയിൻസ് ഡാഷ്. ഓക്കെ ഫ്രാൻഷ. യെസ്. പറഞ്ഞോളൂ ഫ്രാൻഷ. If it rains, I will take umbrella. I will take umbrella. വർഗീസ് എന്താ എഴുതിയത്? വർഗീസ് ഒരു വിചാരിക്കാം. സുചിത്ര എന്താ എഴുതിയത്? If it rains, I am dancing with the rain. Yes, I am dancing. അതിന്റെ അകത്താണ്, ഇതാണ് ഇതിന്റെ അകത്ത് നമ്മളുടെ വ്യത്യാസം. സുചിത്ര, ഞാനിപ്പോ പെട്ടെന്നൊന്ന് പറയാം. നോക്കിയേ, സുചിത്ര എഴുതിയ ഫ്രാൻഷ എഴുതിയേക്കുന്ന ഒന്ന് നോക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ടേക്ക് എ നമ്പർ. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ, അവിടം വരെ ഒരു ക്ലോസ്. ഐ വിൽ ടേക്ക് എ നമ്പർല എന്നുള്ളത് രണ്ടാമത്തെ ക്ലോസ്. യെസ്, മഴ പെയ്യുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്, അർത്ഥം കംപ്ലീറ്റ് അല്ല. ഐ വിൽ ടേക്ക് എ നമ്പർല, ഞാനൊരു കുട എടുക്കും, അത് മെയിൻ ക്ലോസ് ആണ്, കാരണം മീനിങ് കംപ്ലീറ്റ് ആണ്. യെസ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്.
സബ്ജക്റ്റ് ഇറ്റ്, റെയിൻ മഴ പെയ്യുക പ്രസന്റ് ടെൻസ് ആണ്. ഇഫ് ഇറ്റ് റെയിൻസ് ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ്. അങ്ങനെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അതേ വരാവും വില്ലോ, ഷാലോ, ക്യാനോ, മേയോ വെച്ച് വരുന്ന ഫ്യൂച്ചർ ടെൻസേ വരാവും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. അതാണ് അതിന്റെ നിയമം. അപ്പൊ ഐ ആം ഡാൻസിങ് ഇൻ ദ റെയിൻ എന്ന് പറയുന്നത് തെറ്റാണ്. അത് നമുക്ക് വേറെ രീതിയിൽ പറയാമായിരുന്നു. ഒന്നുകൂടി വായിച്ചു സൂചിത്ര. If it rain, I am dancing with the rain. ഐ വിൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഐ ആം ഡാൻസിങ് എന്നല്ല, ഐ വിൽ ഡാൻസ് ആണ് കറക്റ്റ്. കാരണം സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് മാറ്റണം. അത് ഇപ്പോഴത്തെ പ്രസന്റ് ആണ്, അപ്പുറത്തെ എന്ത് മാറ്റണം? ഫ്യൂച്ചർ ആക്കണം. അതാണ് അതിന്റെ നിയമം. ഓക്കെ, അപ്പൊ ഇനി അത് പറയുന്നില്ല. ഇപ്പൊ പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, വേറെ ഓർഡർ ചെയ്യാം. ടെൻസ് ഞങ്ങൾ മാറ്റുന്നുണ്ട്. ഇരിക്കും. ഇഫ് I knew, K-N-E-W knew. If I knew the answer, A-N-S-W-E-R, answer, comma, dash. ഒന്നുകൂടി പറയാം. If I knew the answer, comma, dash. പൂരിപ്പിച്ചോളൂ. ഓക്കെ പ്രാൻഷ. സുചിത്ര കഴിയോ? കഴിയുമ്പോ പറയൂ. ഇപ്പൊ വന്നോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അത് നമുക്ക് റെഡിയാക്കാം. പ്രാൻഷയുടെ ആൻസർ വായിക്കൂ. If I knew the answer, I would pass. Is the right answer? Very good. കൃപയുടെ പറഞ്ഞോളൂ. അതിനെ I would pass the exam. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സുചിത്ര എഴുതിയത് വായിക്കും. ഇത് നോക്കണ്ട, സുചിത്ര എഴുതിയത് വായിച്ചു. ഞാൻ എഴുതിയിട്ടില്ല സർ. യെസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഇഫ് ഐ ന്യൂ ദ ആൻസർ, അവിടം വരെ ഏത് ടെൻസ് ആണ് നോക്കണം. നോ പ്രസന്റ് ടെൻസ് ആണ് KNOW. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ന്യൂ. മനസ്സിലായി? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് ഏത് ടെൻസ് ആണിത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് ഏത് ടെൻസിലാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അങ്ങനെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അപ്പുറത്ത് ബാലൻസ് നമ്മൾ എഴുതുമ്പോൾ മെയിൻ ക്ലോസ് ഒന്നില്ലെങ്കിൽ വുഡ് വെക്കണം, അല്ലെങ്കിൽ കുഡ് വെക്കണം, അല്ലെങ്കിൽ ഷുഡ് വെക്കണം, അല്ലെങ്കിൽ മൈറ്റ് വെക്കണം. നേരത്തെ നമ്മൾ വില്ലെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കണ്ടീഷൻ ഫോം വുഡ്. ഷാൽ എന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ സെന്റൻസില്, അതിന്റെ കണ്ടീഷൻ ഫോം ഷുഡ്. ക്യാൻ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കണ്ടീഷൻ ഫോം കുഡ്. മേ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കണ്ടീഷൻ ഫോം മൈറ്റ്. ഇതാണ് എന്റെ നിയമം. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. യെസ്, അത് അങ്ങനെയേ വരാവൂ. ഇവിടെ കിട്ടിയല്ല. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. യെസ്, ശരിക്കും. If you had come to my home, had come to my home, comma, dash. ഓക്കെ, ഇനി നമ്മൾ ടെൻസ് ഒന്ന് മാറ്റി പിടിക്കണം. പുതിയൊരു ടെൻസിലേക്ക് നമ്മൾ കിടക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. പറയാമോ ഇത് ഏത് ടെൻസാണെന്ന് പറയാമോ?
ഇതിന്റെ അകത്ത് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ടുള്ള ഇഫ് യു ഹാഡ് കം എന്നുള്ളത്, ഹാഡ് കം ടു മൈ ഹോം എന്നുള്ളത് ഏത് ടെൻസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 12 ടെൻസുകൾ ഏത് വരും എന്നാർക്കെങ്കിലും പറയാമോ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് സർ. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ, റൈറ്റ് പഞ്ച, കറക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. സബ്ജക്റ്റ്, ഹാഡ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യു സബ്ജക്റ്റ് ആണ്, ഹാഡ് ഉണ്ട്, പിന്നെന്താണ് കം, കം കെയും കം, പാസ്റ്റ് പാർട്ടിസിപ്പിളും കം തന്നെയാണ്. അപ്പൊ ഈ എഴുതിയേക്കുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം ആണ്, രണ്ട് പ്രസന്റൻസ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് പറയാം. അപ്പൊ ഇതിന്റെ സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അപ്പൊ നമ്മൾ നോക്കണം, അങ്ങനെ സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഇപ്പുറത്തുള്ള മെയിൻ ക്ലോസ് എങ്ങനെ വരും? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സബോർഡിനേറ്റ് ക്ലോസ് പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് വില്ല് വെച്ച് എഴുതണമെന്ന് പറഞ്ഞു. വില്ലിന് പകരം ഷാൽ ആയാലും കുഴപ്പമില്ല, മേ ആയാലും കുഴപ്പമില്ല, ക്യാൻ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വുഡ് വെച്ച് എഴുതണമെന്ന് പറഞ്ഞു. വുഡിന് പകരം കുഡ് ആയാലും ഷുഡ് ആയാലും മൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെയാണ് നമ്മൾ പറയുന്നത്, ഇവിടെ നമ്മൾ പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് വരേണ്ടത് ആർക്കെങ്കിലും അറിയാമോ? യെസ്, അപ്പുറത്ത് വരേണ്ടത് ഏതാണെന്ന് അറിയാമോ? അപ്പുറത്ത് വരേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക. സബ്ജക്റ്റ്, വില്ലല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഒന്നുകൂടി പറയാം, സബ്ജക്റ്റ്, വില്ലല്ലെങ്കിൽ ഷാല്, ഹാവ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ. ആ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം എഴുതണം. എന്താണ് കണ്ടീഷണൽ? അപ്പൊ കണ്ടീഷണൽ ഫോം എഴുതാൻ വേണ്ടിയിട്ട് വില്ല് അല്ലെങ്കിൽ ഷാൽ എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം എന്ത് ചെയ്താൽ വില്ലിന് പകരം എന്താക്കുക? വുഡാക്കുക. ഷാലിന് പകരം എന്താക്കുക? ഷുഡാക്കുക. യെസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അല്ല എഴുതേണ്ടത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോം എഴുതാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സെന്റൻസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം, ബാലൻസ് ചെയ്തിരിക്കോ, ഐ would have given you money, M-O-N-E-Y, money. I would have given you money. അതാ, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയേ, ആ സെന്റൻസ് നോക്കിയേ, ഐ സബ്ജക്റ്റ്, വില്ല് അല്ലെങ്കിൽ ഷാൽ എന്നുള്ളതിന് വില്ല് എന്നുള്ളതിന് പകരം നമ്മൾ വുഡാക്കി. പിന്നെ ഹാവ്, ഗിവ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഗിവ്, ഗേവ്, ഗിവൺ, ഗിവൺ ഉണ്ടോ? കിട്ടിയോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കണം, സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് എപ്പോഴും ഏത് ടെൻസിലായിരിക്കും? ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോമിലായിരിക്കും. അപ്പൊ ഇത് ഒരു ക്യാപ്ചർ പോലെ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക്, WORK, വർക്ക് ഹാർഡ് യു വുഡ് പാസ്. If you had worked, you would have passed. ഇതൊരു 3 എണ്ണം ഓർത്തിരിക്കും. ഇത് അങ്ങനെ വരാവും. അപ്പൊ നമ്മൾ വലിയ വലിയ സെന്റൻസ് എഴുതുമ്പോൾ ആ സെന്റൻസിന്റെ ഒരു ഭാഗവും മറ്റേ ഭാഗവും തമ്മിലൊരു കണക്ഷൻ വേണം. ആ കണക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കും. യെസ്,
അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ്, ഇവിടെ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷൻ ഫോം ഉപയോഗിച്ചു. ഒന്നിട്ട് നമുക്ക് ഞാൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ആൻസർ ആണ് കിട്ടുക. if you had met him, met him, comma, dash. If you had met him. Okay. Very good. ഓരോരുത്തരും അവരവർക്ക് ശരിയാവുന്ന രീതിയിൽ എഴുതുക. അപ്പുറത്ത് അപ്പൊ എഴുതുമ്പോൾ വുഡ് ഹാവോ കുഡ് ഹാവോ വരണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞു. ഓ ഓക്കെ സുചിത്ര, എന്നാ സുചിത്രയുടെ ആദ്യത്തെ വായിച്ചു. തെറ്റാണോ പറയാ? പഴയതൊന്നും നോക്കിയാൽ മതി ക്ലാസ്സിനടുത്ത്. If you had met him, I would very happy that time. നമ്മൾ ഉദ്ദേശിച്ച സംഗതി വുഡ് വന്നു, അത് കഴിഞ്ഞാൽ ഹാവ് എന്തുകൊണ്ട് വന്നില്ല? അല്ല, ഹാവ് വന്നില്ല. വുഡ് പിന്നെ ഹാവ് ഉണ്ട്. ഈ ഹാവും കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം കൂടി വരണം. അവിടെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഒന്നുകൂടി കറക്റ്റ് ചെയ്യാൻ പറ്റും നോക്കി ഞങ്ങൾ തിരിച്ചു വരാം. പറഞ്ഞോളൂ. If you had met him, I would have gone to park. Yes, correct ആണ്. I would have gone to park. നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നേ. I would have gone to park. Very good, very good, very good. കൃപ വായിച്ചേ. I would have, if you had met him, I would have given the gift. Yes, അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇഫ് യു ഹാഡ് മെറ്റ് ഹിം, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗിവൺ ദ ഗിഫ്റ്റ്, ഞാൻ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നേ. കണ്ട സുചിത്ര, ഇതുപോലെ വല്ല വുഡ് അല്ലെങ്കിൽ കുഡ് ഹാവ് പിന്നെ വരപ്പിന്റെ മൂന്നാമത്തെ പോകും എന്ന് പറഞ്ഞു നോക്കി. ഇപ്പൊ സുചിത്ര എഴുതിയേക്കുന്ന വാചകം തന്നെ ഈ രീതിയിൽ ഒന്ന് മാറ്റിയാൽ മതി. സെന്റൻസ് ഇങ്ങനെ മാറ്റിയാൽ മതി. ഇത് പറഞ്ഞേ. If you had met him, I would have very happy. അങ്ങനെ വരുമോ സർ? Yes.
ഒരു ചെറിയ ഐ വുഡ് ഹാവ് ഒരു കറക്റ്റ്. ആ ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണ്ടത് വെർബിന്റെ മൂന്നാമത്തെ ഫോം. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പാണ്. വെരി ഹാപ്പി എന്ന് പറഞ്ഞ വെർബല്ല, അത് അഡ്ജക്റ്റീവ് ആണ്. വളരെ സന്തോഷം. അപ്പോ അതേ സാധനം നമുക്ക് ശരിയാക്കാം. എനിക്ക് വെരി ഹാപ്പി അനുഭവപ്പെട്ടു. അനുഭവപ്പെടുക എന്നുള്ളതിൽ ഫീലിംഗ്, അതിന്റെ പാസൻസ് ആണ് ഫെൽറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫെൽറ്റ് ആണ്. അപ്പൊ ആ ഒരു വാക്ക് ആ വെരി ഹാപ്പിയുടെ മുമ്പിൽ ഒന്ന് ചേർത്ത് പറഞ്ഞേ. I would have very happy ആണോ സർ? I would have felt, F-E-L-T. Okay. If you had met him, I would have met him. Sorry, met him ആണ്. Feel എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. Okay. Yes. അതല്ല നമുക്ക് സിമ്പിളായ വാചകങ്ങളെ. If you had met him, I would have given a gift. ഞാനൊരു സമ്മാനം കൊടുക്കുമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, വിൽ അല്ലെങ്കിൽ ഷാലിന്റെ വുഡ് അല്ലെങ്കിൽ കുഡ്, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ്, പിന്നെ വെർബ് മൂന്നാമത്തെ എഴുതിക്കും. അടുത്തത് if you had gone, gone there, there, comma dash. Yes, okay. If you had gone there, നീ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ പ്രാൻഷ, ഓക്കെ ശ്രീത, കൃപ, ഓക്കെ പ്രാൻഷ വായിച്ചോളൂ. If you had gone there, I would have came to there. ചെറിയൊരു സംഗതിയുണ്ട്. ആ കെയിം എന്ന് പറഞ്ഞ പാസ്റ്റൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും പ്രസന്റ് ടെൻസും കമ്മൻ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ കെയിം ആക്കിയിട്ട് കമ്മൻ. ഓക്കെ, ബാക്കിയൊക്കെ ശരിയാണ്. ഓക്കെ ശ്രീത വായിച്ചോളൂ. If you had gone there, I would have hugged the friend. Yes, very good. Correct. Okay. If you had gone there, I would have given the money. യെസ്, നേരത്തെ ഗിഫ്റ്റ് ആണ്, ഇവിടെ മാറ്റി മണി ആക്കി. വെരി ഗുഡ്, വളരെ തന്ത്രപരമായ നീക്കമാണ് അല്ലെ? യെസ്, ഓക്കെ. അടുത്തത് if you had
taken, T-A-K-E, taken, books, comma, dash. If you had taken books, നീ പുസ്തകം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ പ്രാൻഷ, സുഹിത, വായിച്ചോളൂ പ്രാൻഷ ആദ്യത്തെ. If you had taken books, I would have bought the book. യെസ്, ഓക്കെ ഓക്കെ, BOUGHT, കറക്റ്റ് ആണ്. സുഹിത വായിച്ചോളൂ. If you had taken books, we should have listened the second chapter in easily in the classroom. Oh, very good. We would have listened to the second chapter is in the book. Okay, Suhitra. If you had taken books, I would have collected the notes. Collect എന്നുള്ളത് past participle ആണ്. Collected. COLLED. Collected the note. Correct. ഓട്ടോടെ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എടുക്കാം. If you had left, left earlier, earlier, comma, dash. Okay. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറയാം. If you had left earlier, നീ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ.
Okay, okay, okay. Very good, very good, very good. So, Pransha, വായിച്ചോളൂ. If you had left earlier, we would have enjoyed more time. Yes, correct, correct. Very good. Suhitra. If you had left earlier, we should have went to the temple at least 9 o'clock in the morning. ചെറിയൊരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. Okay, sir. ആ വെന്റിലാണ് ചെറിയൊരു കയ്യബദ്ധം കിടക്കുന്നത്. ഗോ പ്രസന്റൻസ്, വെന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമുക്ക് വേണ്ടത് ഏതാണ്? ഗോണാണ്. GONE ഗോൺ. അപ്പൊ വെന്റ് മാറ്റിയിട്ട് ഗോണെന്ന് എഴുതി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. യെസ്, കൃപാവർഗീസേ. If you had left earlier, you should have came earlier. യെസ്, ചെറിയൊരു കയ്യബദ്ധം നേരത്തെ ഫ്രാൻസിക്ക് പറ്റിയതിനകത്ത് പറ്റിയിട്ടുണ്ട്. കെയും ഇതാണ് സംഗതി കിടക്കുന്നത്. കം ആണ് പ്രസന്റൻസ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം തന്നെയാണ്. പ്രസന്റൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം ആണ്. അപ്പൊ അവിടെ കെയും എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം? കം തന്നെ ആക്കണം. ഓക്കെ, അപ്പോൾ അത് ശരിയാവും. ഓക്കെ, ഇപ്പൊ ഇതിന്റെ കുട്ടൻസ് പിടികിട്ടിയാല് യെസ്, ഇത് നമ്മൾ ഇതിന്റെ ഒരു രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് പോലെ ഒരു 3 സെന്റൻസ് ഇരിക്കും. ഇഫ് യു study, STUDY, study well, 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 you will pass. You will pass. If you study well, you will pass. അതിന്റെ താഴെ if you studied, STUDIED, past tense. Well, 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 you would pass. You would pass. മൂന്നാമത്തെ അതിന്റെ അടിയിൽ if you had studied, HAD, had studied, 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 you would have passed, PASSED, passed. You would have passed. Yes, അപ്പൊ നമ്മളോട് പറയാം. ഓക്കെ, ഇനി റിലാക്സ് ചെയ്തു. നമ്മൾ പഠിച്ച മൂന്നും ഒരു ക്യാപ്ചർ പോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇഫ് യു സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, യു വുഡ് പാസ്. നീ പഠിച്ചെങ്കിൽ പാസ്സായേനെ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, യു വുഡ് ഹാവ് പാസ്ഡ്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ മകൻ 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. അപ്പൊ അവനോട് പറയുന്ന വാചകമാണ് ആദ്യത്തേത്. ഇഫ് യു സ്റ്റഡി വെൽ, യു വിൽ പാസ്. നീ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും. രണ്ടാമത്തെ വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി തോറ്റു കഴിഞ്ഞപ്പോ അവനോട് പറയുന്നതാണ് ഇഫ് യു സ്റ്റഡീഡ് വെൽ, യു വുഡ് പാസ്. നീ പഠിച്ചെങ്കിൽ പാസ്സായാണ്. കാരണം നിന്നേക്കാൾ കുറച്ച് ബുദ്ധിയുള്ള മറ്റവൾ പാസ്സായി. അപ്പൊ നീ പഠിച്ചെങ്കിൽ പാസ്സായേനെ. യെസ്. ഇനി മൂന്നാമത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞപ്പോ പറയുന്നതാണ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, യു വുഡ് ഹാവ് പാസ്ഡ്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടായേ. അപ്പൊ ഇവിടെ 3 സെന്റൻസിലും പറയുന്ന ഓരോ കണ്ടീഷനാണ്. 3 സെന്റൻസിലും പറയുന്ന ഓരോ കണ്ടീഷനാണ്. ഇതില് ആദ്യത്തെ സെന്റൻസിൽ പറയുന്ന കണ്ടീഷൻ അത് നടക്കാൻ സാധ്യത ഉള്ളത്. അതായത് 9ൽ പഠിക്കുന്ന കുട്ടി ജയിച്ച് 10ലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് നീ പഠിക്കുകയാണെങ്കിൽ, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ് എന്ന് പറയുമ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു കൊല്ലം കൂടി അവന്റെ മുന്നിലുണ്ട്, പഠിച്ച പാസ്സാവും. രണ്ടാമത് പറയുന്നത് മൂന്നാമത് പറയുന്നത് നടക്കാൻ സാധ്യതയില്ലാത്തതാണ്. വെറുതെ നമ്മളൊരു ആശ്വാസത്തിന് വേണ്ടി പറയില്ലേ, അവള് പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ രണ്ടാമത്തതും മൂന്നാമത്തതും നടക്കാൻ സാധ്യതയില്ലാത്തതും, ആദ്യം പറഞ്ഞത് നടക്കാൻ സാധ്യതയുള്ളതുമാണ്. സംശയമൊന്നുമില്ലല്ലോ. യെസ്, ഓക്കെ ഓക്കെ. അതുകൊണ്ട് ആദ്യം പറഞ്ഞ വാചകത്തെ പറയുന്ന പേരാണ്
ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. അതായത് സബോർഡിനേറ്റ് ക്ലോസ് പ്രസന്റ് ടെൻസും മെയിൻ ക്ലോസ് വില്ല് വെച്ച് വരുന്ന സിമ്പിൾ ഫ്യൂച്ചറുമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. വേറൊരു പേരും കൂടി അതിനുണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കി. രണ്ടാമത്തെ സെന്റൻസില് സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് ടെൻസും മെയിൻ ക്ലോസ് വുഡും വെച്ച് വന്നു. അങ്ങനെ വരുന്നതിന് പറയുന്ന പേരാണ് സെക്കൻഡ് കണ്ടീഷൻ. അങ്ങനെ പറയുന്ന പേരാണ് സെക്കൻഡ് കണ്ടീഷൻ. ഈ മൂന്നാമത്തെ സെന്റൻസ് നോക്കി. സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റും മെയിൻ ക്ലോസ് പ്രസന്റ് പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോമായിട്ടും വന്നു. അതിനെ പറയുന്ന പേരാണ് തേർഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ. അപ്പൊ ഇതിനെ, ഈ ഇഫ് ക്ലോസിനെ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതില് ആദ്യത്തേതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയൽ കണ്ടീഷൻ എന്ന് പറയും. വേറൊരു പേരും കൂടി റിയൽ കണ്ടീഷൻ. എന്താ റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ക്യാൻ ബി ഹാപ്പൻഡ്, സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. രണ്ടാമത് പറഞ്ഞതും മൂന്നാമത് പറഞ്ഞതും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ അൺറിയൽ കണ്ടീഷൻ എന്ന് പറയും. റിയൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അൺറിയൽ കണ്ടീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു പേരുകൾ കൂടി ഇതിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധ്യത, അതായത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ് എന്നുള്ളത് ഒരു ക്യാപ്സുൾ പോലെ നമ്മൾ ഓർത്തു വെക്കാം. ഒരു ക്യാപ്സുൾ പോലെ. കാരണം ഇത് പലപ്പോഴും ഇതിനു മുമ്പൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ള പരീക്ഷയിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു സെന്റൻസ് കൊടുക്കുള്ളൂ, അതിനൊരു ഗ്യാപ്പ് കൊടുക്കും. അപ്പൊ നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ ഈ നിയമം പാലിച്ചിരിക്കണം. ഈ നിയമം പാലിച്ചില്ല എങ്കിൽ അത് മിസ്റ്റേക്കാണ്. ഓക്കെ, യെസ്. ഇനി ഇതിന്റെ അകത്ത് എല്ലാത്തിനും ചില ഉടക്കുകൾ ഉണ്ടാവില്ലേ? ചില ഉടക്കുകൾ കിടക്കുന്നത് ഞാൻ എക്സാമ്പിൾ പറയാം. വലിക്കോ. If you boil, B-O-I-L, boil water, വേണ്ട ബോയിൽ എന്നുള്ളതിന് പകരം ഹീറ്റ് നൽകി, ഹീറ്റ്. If you heat water, it dash, എന്നിട്ട് അടിയില് എഴുതിക്കോ, ബ്രാക്കറ്റിൽ എഴുതിക്കോ, ബോയിൽസ്, BOILS, ബോയിൽസ്, will boil, WILL, will boil, would have boiled, BOILD. അതുകൂടി പറയാം, എഴുതിക്കോളൂ. If you heat water, it dash, അടിയില് boil, BOILS, boils, will boil, would boil, would have boiled. So ഇവിടെ ഏതടിച്ചാൽ പൂരിപ്പിക്കാം? ക്യാപ്ഷൻ വെച്ച് ചിന്തിച്ചിട്ട് If you heat water, it will boil. It will boil. What do you say? If you heat water, it boils. അപ്പൊ വില്ല് വേണ്ടേ? ബോയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ബോയിൽസ് പറയൂ. Will boiled ആണോ സർ? Will If you boil. heat water, will boil. Yes, okay. അപ്പൊ രണ്ടുപേര്
സുചിത്രയും പ്രാൻഷയും വിൽ ബോയ്, കൃപ വർഗീസ് വെറുതെ ബോയ്സ് എന്ന് പറയും. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള നിയമം വെച്ച് ഇവിടെ വിൽ ബോയ് എന്നുള്ളതാണ് കറക്റ്റ്. പഠിച്ചിട്ടുള്ള നിയമം വെച്ച് നോക്കിയേ. ഇഫ് യു ഹീറ്റ് വാട്ടർ, ഹീറ്റ് പ്രസന്റൻസ് ആണ് അല്ലെ. അപ്പൊ ഇഫ് യു ഹീറ്റ് വാട്ടർ എന്നുള്ളത് ഏതാണ്? സിമ്പിൾ പ്രസന്റ്. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്താവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൃപ വർഗീസ്? വില്ലോ, ഷാലോ, ക്യാനോ വരണമെന്നല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ പിന്നെന്താ കൃപ വർഗീസ് ചേർക്കാതിരുന്നേ? ഞാൻ ഇറ്റ് വന്നപ്പോ പറഞ്ഞതാ. ഇറ്റ് വന്നപ്പോ പറഞ്ഞാണ്. അപ്പൊ ആലോചിച്ച് പറഞ്ഞതല്ല, ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ് എന്തുകൊണ്ട് കൃപ വർഗീസിന് ശരിയായത്. വെറുതെ തട്ടിയതാണ്. അപ്പൊ ഇറ്റ് വിൽ ബോയ് എന്ന് പറഞ്ഞാൽ പോലെ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ നോക്കട്ടെ, ഇതാണ് ഇതിനകത്തൊരു എക്സെപ്ഷൻ ഉള്ളത്. അതായത് അതൊന്നും മനസ്സിലാക്കി വെച്ചില്ല. നമ്മുടെ നിയമം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള, ഇതുവരെ പഠിച്ചിട്ടുള്ള രീതി അനുസരിച്ച് ഇവിടെ ഇറ്റ് വിൽ ബോയിൽ അതാണ് കറക്റ്റ്. പക്ഷേ അത് തെറ്റാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്തുകൊണ്ടാണ് തെറ്റ്? നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ വരുമെന്ന് പഠിച്ചതല്ലേ, പിന്നെ വിൽ ബോയിൽ എങ്ങനെ തെറ്റും എന്ന് ചോദിക്കും. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത്, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സനാതനമായ സത്യം. വെള്ളം ചൂടാക്കിയാൽ തിളക്കും. അത് ഞാൻ ചെയ്താലും, പ്രാൻഷ് ചെയ്താലും, സുചിത്ര ചെയ്താലും, കൃപ ചെയ്താലും ഇത് കറക്റ്റാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. അങ്ങനെ നമ്മൾ പറയുന്നത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ അതിന്റെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റുമാണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കരുത്. ഓക്കെ, അതാണ് എൻ്റെ ഒരു എക്സെപ്ഷൻ. പരീക്ഷക്കൊക്കെ നമ്മൾ ഏതെങ്കിലും പരീക്ഷക്കൊക്കെ ചിലപ്പോൾ ഈ സാധനം ഇവിടെ എടുത്തിട്ടുള്ളൂ. നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള നിയമം അനുസരിച്ച് അങ്ങോട്ട് ചെയ്യും. പക്ഷെ ആ സെന്റൻസ് ഒന്ന് നോക്കണം. ആ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത് ആസ് ഇറ്റ് ഇസ് എൻ യൂണിവേഴ്സൽ ട്രൂത്ത്, ഒരു സനാതനമായ സർഗാത്മകമായ എപ്പോഴും സംഭവിക്കുന്ന ഒരു സത്യമാണെങ്കിൽ ആ നിയമം നമ്മൾ പഠിച്ച നിയമം ഇവിടെ പ്രാവർത്തികമല്ല. യെസ്, അത് നമ്മൾ ഓർമ്മയുണ്ടാവണം. യെസ്, അപ്പൊ എന്ത് വേണം ഇവിടെ? ഇവിടെ ആ മെയിൻ ക്ലോസില് സിമ്പിൾ ഫ്യൂച്ചറിന് പകരം സിമ്പിൾ പ്രസന്റ് തന്നെ ഉപയോഗിക്കണം. സിമ്പിൾ പ്രസന്റ് തന്നെ ഉപയോഗിക്കണം. അപ്പോ ഇറ്റ് ബോയിൽസ്, അതാണ് അവിടെ കറക്റ്റ്. ഞാൻ വിചാരിച്ചു കൃപ വർഗീസ് വളരെ ആലോചിച്ചിട്ടാണ്, ഇത്രയൊക്കെ ചിന്തിച്ചിട്ടാണ് എഴുതിയത്. അങ്ങനെയല്ലല്ലേ, വെറുതെ തട്ടിവിട്ടപ്പോ കറക്റ്റായി അല്ലേ കൃപ? അപ്പൊ കൃപക്ക് നല്ല ഭാഗ്യം നിൽപ്പുണ്ട്, പോയി ലോട്ടറി എടുത്തോളൂ. സുചിത്ര പിടികിട്ടിയ? ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഇതെപ്പോഴും ഓർത്തി. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് എന്തെങ്കിലും പോകുമ്പോൾ ഈ സാധനം കയറി ആ ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു എക്സെപ്ഷൻ ഉള്ള സാധനമില്ലേ, അത് തന്നെ കയറി. യെസ്, അടുത്ത പാഠത്തിലേക്ക്. If the wind blows, BLOWS, leaves, 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 ഇലകൾ, leaves, dash, dash, എന്നിട്ട് എഴുതിക്കോ. Move, 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 comma, will move, comma, would move, comma, would have moved, MOVED, would have moved. Yes, പൂരിപ്പിച്ചോളൂ. കറക്റ്റ് സാധനം ദിവസം പൂരിപ്പിച്ചോളൂ. സാർ ഒന്ന് പറയൂ.
If the wind blows, if the wind blows, comma, if the wind blows, leaves, L-E-A-V-S, leaves, dash. If the wind blows, leaves, L-E-A-V-S, dash. Adile, move, comma, will move, comma, would move, comma, would have moved. Would have moved. Yes. പൂരിപ്പിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു കേട്ടോ. Okay, Sritra. Okay, Sritra, answer വായിച്ചോ. If the wind blows, leaves move. Move. കൃപ വർഗീസിന്റെ ആൻസർ ഏതാണ്? would move. Would move. ഫ്രാൻസിനെയോ? Move, sir. Move. കൃപ വർഗീസ് വുഡ് ചേർക്കുന്ന കാരണം വുഡ് ചേർക്കണമെങ്കിൽ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസ് ആവണ്ടേ? ഏതാണ് ഇവിടെ പാസ്റ്റ് ടെൻസ് വന്നേക്കണേ? Glows past tense അല്ലേ? ബ്ലോ ആണ് പ്രസന്റ് ടെൻസ്. എസ് ചേർത്തിരിക്കുന്നത് വിൻഡ്, കാറ്റുകൾ എന്ന് പറഞ്ഞിട്ടില്ല. കാറ്റ്, ഒരു കാറ്റാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വെർബിന്റെ കൂടെ എസ് ചേർത്തേക്കുന്നത്. അപ്പൊ അത് പ്രസന്റ് ടെൻസ്. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, കാറ്റടിക്കുകയാണെങ്കിൽ ഇലകൾ അനങ്ങും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ? യെസ്, കാറ്റടിച്ചാൽ ഇല അനങ്ങും എന്നുള്ളത് എന്താണ്? ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് രണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ എഴുതാം. അപ്പോ ഇതോടുകൂടി നമ്മുടെ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്ന സാധനം അവസാനിക്കുകയാണ്. സുഹൃത്തൊന്ന് നോക്ക്, പഴയത് മനസ്സിലാവുമെങ്കിൽ ചോദിച്ചാൽ മതി. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു സെന്റൻസിന്റെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ യോജിച്ചു പോകണം എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല്, വൈകുന്നേരം പോകുന്ന അച്ഛൻ, രാത്രി ജോലിക്ക് പോകുന്ന ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഞാൻ 5 മണിക്ക് വരാം എന്ന് പറയും. യെസ്, സാധാരണഗതിയിൽ 7 മണിക്കാണ് വരുന്നത്, 5 മണിക്ക് വരാം എന്ന് പറയും. അകത്തേക്ക് പോകുന്ന ഭാര്യ, മക്കൾ വൈകിയാണ് എഴുന്നേറ്റത്, അപ്പൊ അവരോട് പറയാണ്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 5 മണിക്ക് വരാമെന്ന്. ഇവിടെ ഈ സാധനം പറ്റും. ഫാദർ ടോൾഡ് ദാറ്റ് ഹി വുഡ് കം അറ്റ് 5 o'clock. അതാണ് കറക്റ്റ്. ഇങ്ങനെ തന്നെ പറയണം. കാരണം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു, അച്ഛൻ പോയി, അപ്പൊ ഫാസ്റ്റ്. അപ്പൊ ഇപ്പോഴത്തെ വുഡ് വന്നു. അച്ഛൻ നേരിട്ട് പറയുമ്പോ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഭാര്യയോട്? ഐ വിൽ കം അറ്റ് 5 o'clock. ആ കേട്ട കാര്യം ഇപ്പുറത്ത് വന്ന് പറയുമ്പോ ആ വില്ലെന്നുള്ള എന്താവും? വുഡാവും. കേട്ടാ, അതാണ് നമ്മൾ പറയുന്നത്. ഓരോ സെന്റൻസുകളും തമ്മിലൊരു കണക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് റിലേറ്റീവ് ക്ലോസുകളെ കുറിച്ച് നോക്കണം. അതും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. സോ we will discuss this relative clause in the next class. Okay, basic. Thank you, sir. Sir, ഇതിന്റെ അപ്പൊ 3 ആണ് ആൻസർ. ഇതോ 3 ആണ് ആൻസർ അപ്പൊ. ആൻസർ 3 ആണ്. ഓക്കെ, താങ്ക് യു സർ. Okay.